അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനും അപ്പൂസും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. സന്തോഷേട്ടൻ ജിമ്മിന് പോയി. പിന്നെ നമ്മളെ അമ്മക്കുട്ടി വിരുന്ന് പോയതാണ് കേട്ടോ. ഇന്നലെ പോയതാണ്. നമ്മളിട്ട് പോവലെന്നല്ല ഇപ്പൊ പ്രത്യേകിച്ചും. അപ്പൊ നമുക്ക് വീട്ടിലൊരാളും ഇല്ലാത്ത പോലെ ഉണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളും പോയിട്ടോ വർക്കൗട്ടിനില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ തൊട്ട് ഞാനും അപ്പൂസും പിന്നെ നമ്മളെ തറവാട്ടത്തെ മക്കളും അനിയേട്ടനും ഒക്കെ നമ്മളെ സ്കൂളിൽ രണ്ടു കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ നടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ. ആരും വീട്ടിലിരിക്കില്ല. രാവിലെ ഒന്ന് മെല്ലെ നടക്കും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ മെല്ലെ പോയി തുടങ്ങി. അപ്പം സന്തോഷമായിട്ട് പിന്നെ ജിമ്മിനാണ് പോണേ. രാവിലെ പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ആയാൽ ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വരും. പിന്നെ നമ്മളെ അമ്മ പോയിട്ടുണ്ട്. അപ്പൂസ എങ്ങോട്ടാ അമ്മമ്മ പോയ പറഞ്ഞെടുത്ത? നമ്മളെ കുടുംബക്ഷേത്രം പോലെ ഒരു അമ്പലം അമ്മേൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ കൊല്ലപ്പൂജയാണ് കേട്ടോ. അങ്ങനെ പോയതാണ് ഇന്നലെ. അപ്പോൾ അമ്മേനെ കൊണ്ട് കഴിയണ പോലെ അവിടുത്തെ പൂജയിൽ സഹായിക്കാൻ വേണ്ടി പോയതാണ്. പൂവും കാര്യങ്ങളൊക്കെ നേരേക്ക് കൊടുക്കണ്ടാവില്ലേ. അപ്പോൾ ഇന്നലെ അതിനൊക്കെ വേണ്ടിയിട്ട് ഇന്നലെ അമ്മയോട് പോയി. ഇനിയിപ്പോൾ വരും ലപ്പൂസ. എപ്പോഴാണ് വരിക? നാളെ വരുള്ളൂ. ഇന്നാണ് പൂജ. അപ്പോൾ രാവിലെ രാത്രിയൊക്കെ പൂജയാണ്. പറഞ്ഞു കൊടുത്താ? രാവിലെ രാത്രിയൊക്കെ പൂജയല്ലേ. അപ്പം നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പൂസിന് ട്യൂഷനും സ്കൂളും എല്ലാം ഉണ്ട്. എന്താണ് നമ്മളെ പാറുവിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിയതേന്നു കേട്ടോ. നല്ല ഇതുണ്ട്. നോക്കിയാ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഇതിന് അത്രയ്ക്ക് വലിയ പൈസ ഒന്നുമില്ല. 200 സംതിങ് ഒക്കെ ഉള്ളൂ. എന്താ ഇത് കാണിച്ചു കൊടുക്കാം. നമ്മളെ ഹെയർ ഉണക്കണ സാധനമാണ്. നല്ല ചൂട് കാറ്റ് അത് കൂടെ വരുന്നത് കേട്ടോ. അപ്പൂസ് ഇത് കണ്ടപ്പോ പൂച്ച ചത്തുപോയില്ലേ. അപ്പോൾ നമുക്ക് ഓൻ്റെ മുടിയൊക്കെ ഓൻ ഉണക്കാണ്. അതേപോലെ ഇങ്ങനെ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അത് ഇങ്ങനെ അധികം പൈസ അല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഇതിൽ കിട്ടിയതല്ലേ. അപ്പം ഇനി വല്ല ഷോക്ക് വരുമോ എന്ന് പേടിച്ചിട്ട് ഓന് തൊടാനും പേടി. എന്നാലും ഷോക്കില്ല, സൂപ്പർ സാധനമാണ് കേട്ടോ. ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് പിടിച്ച് മുന്നത്തേക്ക് ഒന്ന് വലിച്ചു നോക്കി. അപ്പോൾ നല്ലോണം ഒന്നും സ്ട്രൈറ്റ് ആവണില്ല. എന്നാലും പിന്നെ നമ്മൾ ക്രീമൊന്നും ഇട്ടിട്ടല്ലല്ലോ വലിക്കണത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കുറവുണ്ട്. എന്നാലും ഏകദേശമൊക്കെ മുടിയൊക്കെ നല്ല സ്ട്രൈറ്റ് ആവുന്നുണ്ട്. നല്ല സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ നമ്മൾ നടക്കാൻ രാവിലെ 5:30 ആകുമ്പോൾ പോയതാണ്. പോയതിൻ്റെ ശേഷം വന്നിട്ടാണ് പിന്നെ കുളിച്ചിട്ട് അമ്മ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്തത്. വിളക്ക് വയ്ക്കലൊക്കെ എൻ്റെ അമ്മ രാവിലെ വിളക്ക് വയ്ക്കലൊക്കെ അമ്മ ചെയ്യും. ഇപ്പം ഞാൻ അടുക്കളയിലും കയറും. അപ്പോൾ ഇന്ന് അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരുന്നു. കുറച്ച് നേരം വൈകി. നമ്മളെ കോഴികളൊക്കെ നമ്മളെ നോക്കി വിളിക്കാൻ തുടങ്ങി കുറേ നേരമായി. കണ്ടാ ഇതിൻ്റെ ഇവിടെ കുളത്താൻ പറ്റുന്നത് കൊണ്ടാണ് ഈ മുട്ടി കഷ്ണം വെച്ചിട്ടാണ് അടയ്ക്കണേ. വാ 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 പണക്കായോ? തുറക്കാൻ നേരം വൈകിട്ടേ ഇങ്ങോട്ട് വാ. ഇതിൻ്റെ ഓട്ടയിൽ കൂടെ വെളിച്ചം നോക്കി നിൽക്കുക പുറത്തിറങ്ങാൻ. ഇവിടെ നായ്ക്കളുള്ളായിരുന്നു. പേടിയാണ് നേരത്തെ തുറക്കാൻ. വന്നോ ചോറടുപ്പത്തായിട്ടുള്ളൂ കേട്ടോ. ഞാൻ കടിയാക്കട്ടെ. നമ്മൾ മിക്സി ശരിയാക്കി കൊടുത്തിട്ടില്ല. അപ്പം ഇന്ന് നേരെയാക്കി കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. മിക്സി ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ലല്ലോ. അപ്പൂസിനാണെങ്കിൽ ദോശയാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ ഈ ഗോതമ്പില്ലേ, ഗോതമ്പിൻ്റെ കുഞ്ഞു തരിയായിട്ടുള്ള റവ അല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ട് ഒരു പാക്ക് കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പുമാവാക്കി കൊടുക്കുക. മിഞ്ഞാന്ന് കൊണ്ടുവന്നാണ്. മിഞ്ഞാന്ന് കുറച്ച് വെച്ചു, ഇന്നലെ കുറച്ച് വെച്ചു. ഇനി അതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇന്നാക്കി കൊടുത്താൽ എന്താ ഇന്ന് ഉപ്പുമാവാക്കാട്ടോ. എന്താണ് ഇതിഷ്ടല്ല? ഇവിടെ സ്ട്രൈറ്റ് ചെയ്യണം കേട്ടോ. അതിലിപ്പോ പൊളിക്കും. അപ്പോ സ്ട്രൈറ്റ് ചെയ്യാൻ പോണ്. വലിക്ക് നോക്കട്ടെ. പക്ഷെ ഇത് ക്രീമില്ലാതെ വലിക്കാൻ പറ്റൂല. മുടിക്ക് കേടാട്ടപ്പോൾ മുടി പൊട്ടിപ്പോന്നൊക്കെ പറയുന്നുണ്ട്. മുടി വെട്ടുകയാണ്. അച്ഛൻ പറയുന്നുണ്ട് മുടി മോഡലാക്കണമെന്ന്. മുടി ഇനി വളർത്തിയെടുക്കുകയാണെന്ന്. അച്ഛനും അങ്ങനെയൊക്കെയാണെന്ന്. അച്ഛൻ കുറച്ച് മോഡേൺ ആവുകയാണെന്ന്. ജിമ്മിലൊക്കെ പോയി വന്നിട്ട്. അപ്പം ഞാൻ ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ കേട്ടോ. ഇതാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സാധനം. ഇത് നല്ല രസമാണ്. കൂടുതൽ വേവൊന്നുമില്ല കേട്ടോ. നമുക്ക് റവേൻ്റെ പോലെ തന്നെ, റവേൻ്റെ പോലെയല്ല, ഇച്ചിരി കൂടി വെള്ളമൊക്കെ ആക്കിയിട്ട് ഒന്ന് കുറച്ചും കൂടിയൊക്കെ വേവുണ്ട്. അപ്പം ഞാൻ ഇത് വേഗം ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പൂന് ഇതവിടെ കരിയുണ്ടോ? കരിഞ്ഞ മണമുണ്ടോ? ഇല്ല കേട്ടോ, നല്ലതാണ്. ഞാൻ ആക്കിയല്ലോ. പക്ഷെ അച്ഛന് സന്തോഷത്തിന് ഭയങ്കര പേടിയാണ്. എന്താ ഷോക്കടിക്കും, ഇടുക്കുമ്പോൾ കുത്തുമണിക്ക് തുടങ്ങും. ഇന്ന ചീത്താറല്ലേ, ഷോക്കടിക്കും തൊടല്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്നെ ഭയങ്കര പേടിപ്പിക്കല. അപ്പം കയ്യിലേറെ പേടിയല്ലേ. ഞാൻ തൊടൂല.
എൻ്റെ കോഴിക്കൂട്ടന്മാർ നോക്കി നിൽക്കണം കേട്ടോ. ഒരു ചോറ് പോകെ എന്നാ വേണ്ട കേട്ടോ. ഇന്നത്തെ സ്കൂൾ മുടങ്ങും പുക വരുന്നുണ്ട്. കോഴികളൊക്കെ അതായത് കുറച്ച് ചോറ് ബാക്കിയിരിക്കുന്നുണ്ട്. ഇത് ഞാൻ കൊടുക്കും. ചോറ് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചിലർ എന്നാലും ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എല്ലാം കൊടുത്ത് ശീലാക്കിയിട്ടുണ്ട്. അവർക്ക് ചോറും കൂട്ടാൻ കഷ്ണമൊക്കെ ഉണ്ടാവില്ലേ, സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ഇനി മോരുകറിയൊക്കെ വെച്ചാൽ അതിത്തെ ചേനയും കുമ്പളങ്ങി എല്ലാം കൊടുക്കും. അവർക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, ഇവർ കുഞ്ഞാകുമ്പോൾ അത്ര ചെറുപ്പത്തിൽ നാസറൊക്കെ നമുക്ക് തന്നതാണ് ഇവരെ. ഇന്ന് വരെ ഇവർക്കൊരു കുഴപ്പമില്ല കേട്ടോ. വന്നേ അവർക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് കൊടുത്താൽ ഓരതവിടെ ഇരുന്ന് തിന്നോളും. ഇനി അരി ഉണ്ടെങ്കിൽ, അരി കേട് വന്നിട്ടുണ്ടെങ്കിൽ, അരിയോ ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്താൽ ഓരത് തിന്നോളും. അത് തിന്നോ ഞാൻ പിടിക്കൂല. അപ്പക്കുട്ടന് പോകാനുള്ള നേരമായിട്ടുണ്ട് കേട്ടോ. നേരം വൈകിയെന്ന് കണ്ടാൽ പിന്നെ ബേജാറാണ്. ചായയോടെ ഒന്നും നടക്കൂല, ഒന്നും വേണ്ട എന്നറിയും. പക്ഷെ ഇവിടെ നിന്നുള്ള ബേജാറ് കാട്ടുക, ഇവിടെ നിന്ന് വിട്ട ബേജാറില്ല കേട്ടോ. അപ്പോൾ ഒരു സ്ലോവായി നടന്ന് ആടിപ്പാടിയാണ് സ്കൂളിലേക്ക് എത്തുക, ബസ്സിൻ്റെ അടുത്തേക്ക് എത്തുക. ഇവിടുന്ന് തിരക്കൂട്ടി പോവും. ഞാൻ ചായ വേഗം കൊടുക്കാൻ നോക്കട്ടെ കേട്ടോ. അപ്പൂസിന് കിഴങ്ങേ പൊരിച്ചു കൊടുക്കുന്നത് സ്കൂളിലേക്കുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും ചെറുതേ സ്കൂളിലേക്ക് കൊണ്ടുപോകുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സോയാബീൻ, അല്ലെങ്കിൽ മുട്ട, അല്ലെങ്കിൽ കിഴങ്ങ്, അങ്ങനത്തെ എന്തെങ്കിലും കൊള്ളു. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാവൂലേ, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും. കറിയൊന്നും എന്താക്കിയിട്ടും കാര്യമല്ല കേട്ടോ, അത് കൊണ്ടുപോകില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ കറി വേണം, കൊണ്ടുപോകുമ്പോൾ പറ്റൂല. കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം കേട്ടോ. എന്നിട്ട് ഉപ്പും കൂട്ടിയിട്ട് ഒന്നിങ്ങനെ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പുറത്തെ അടുപ്പത്ത് ഉപ്പ് മാവ് ആക്കണേ. കടുക് തീർന്നിട്ടുണ്ട്. പക്ഷേ ഉഴുന്ന് പരിപ്പില്ല, അതിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഇതുണ്ടോ റവ പോലെ റവേന, അത് കുറച്ച് വലുപ്പമുണ്ട്. നമ്മളെ മില്ലിൽ നിന്ന് ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുക്കാനും കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ കടയിൽ നിന്ന് പാക്ക് വാങ്ങും ചെയ്യും കേട്ടോ. അത് നല്ല ഇഷ്ടമാണ്. മിക്സിയിൽ ഇനി ഒന്നുമില്ലെങ്കിൽ ഇതിന് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഗോതമ്പിനെ നമ്മൾ നല്ലോണം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ജാറിൽ പൊടിച്ചെടുത്താൽ നല്ല ചെറിയ നുറുക്ക് ഗോതമ്പ് കിട്ടും ചെയ്യും. ഇത് ഈ ഉഴുന്ന് നല്ലോണം മൂട്ടിട്ട് ഇത് ഉള്ളിയൊക്കെ ഒന്ന് ഇട്ടിട്ട് മൂട്ടിച്ചെടുക്കണം കേട്ടോ. ഗോതമ്പ് അടുപ്പത്ത് ചോറ് വെച്ചേനെ. ചോറ് വെന്തു. നല്ല റേഷൻ പീടികയിൽ നിന്ന് കിട്ടിയ അരിയാണ്, പെട്ടെന്ന് വെന്തു. നമ്മൾ പെട്ടെന്ന് ഉള്ളി മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് വേഗം റവ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് നമ്മൾക്കിത് മിസ്സായിപ്പോയി, കാണിക്കാൻ പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. പിന്നെ അപ്പൂസിന് എരിവ് ഇട്ടാൽ പറ്റൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. കാര്യമായിട്ട് പോരല്ലേ ഉണ്ടാക്കണത്, അത് വിചാരിച്ചിട്ടാണ് മുളകാക്കി കൊടുക്കാൻ. പിന്നെ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വറ്റിയാൽ ആ വറ്റണത് തന്നെ ഇതിൻ്റെ വേവും കണക്കായിട്ടോ. അപ്പോൾ ഈ അപ്പോഴേക്കും ഇത് ഇപ്പുറത്ത് ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പൂസിന് വേഗം ഇത് പാത്രത്തിലാക്കണം. ഇനി മുട്ട ഇതാക്കണം. ജിമ്മിൻ്റെ ആളിപ്പോൾ എത്തുക. അപ്പോഴേക്കിനുള്ള മുട്ട വേഗം ഒന്ന് വിസിലടുപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും റൈസ് ഇങ്ങോട്ട് വാങ്ങി വെച്ച്, റൈസല്ല കിഴങ്ങ് പൊരി ഇങ്ങോട്ടെടുത്തു. അത് ഒന്ന് വിസിലടിച്ചെടുക്കട്ടെ കേട്ടോ. മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് പോകണേ. അപ്പോൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. മടിയൊക്കെ മാറിയില്ലേ എന്തിന് രാവിലെ നീച്ച് പോകണ്ട്? ആ അങ്ങനെ ജിമ്മ് ഞങ്ങൾ ജിമ്മ് എടുക്കുന്നില്ല. അപ്പോൾ അമ്മേനെ കൊണ്ടോ ഇന്നേരം പോയിട്ട്? അവിടെ ഒരു ഹായ് പറഞ്ഞേ.
അവിടുത്തെ ഒരു ഹായ് പറഞ്ഞല്ലേ അറിയ അപ്പൊ അപ്പൂസിനെയും പറഞ്ഞയച്ചു. ഇപ്പൊ നമ്മളെ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിട്ടോ. രാവിലെ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയാലേ മടി ആണ് മെയിനായിട്ട് മുഖ്യം. അപ്പൊ ഇപ്പൊ രാവിലെ 5 മണിക്ക് നീപ്പിച്ചല്ലേ ഞാൻ എന്താ പറയാ 4:35 ആകുമ്പോ ഉണന്നു കേട്ടോ. ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്നാമത് എന്താ പറയാ, നമുക്ക് കാര്യത്തിനോടൊരു ഗൗരവം കാണിച്ചാലേ എന്താ പറയാ, നമുക്ക് വേണം നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഏത് നേരത്തായാലും ഉണരും. അതേപോലെ തന്നെ ഞാൻ ഓർത്ത് കിടക്കൊണ്ടാവും 4:35 ആയപ്പോ തന്നെ ഒന്ന് ഉണന്നു. ഒന്നപ്പോ ചേച്ചി നടക്കാൻ പോണല്ലോ എന്നുള്ള ധാരണ എന്റെ മനസ്സിൽ വന്നു. അപ്പൊ ആയിട്ടില്ല വെച്ചു 5:05 സന്തോഷേട്ടനുണ്ട് പോണോ ചോദിച്ചു. അതിലൊക്കെ പിന്നെ പോകാതെ നീക്കിന്ന് പറഞ്ഞു. പക്ഷെ അപ്പം മടിച്ചാലും പിന്നെ പോയി വന്നപ്പോ കുളിയെ കഴിഞ്ഞപ്പോ നല്ലൊരു ഒരു എനർജി ഒക്കെ ഉണ്ട്. ഇനി ഞാൻ എന്താ വെച്ചാൽ റബ്ബർ ഇട്ടാൻ പോകുമ്പോ എനിക്ക് നീക്കാം വേഗം നേരത്തെ പോലെ. പക്ഷെ എന്താന്നറിയോ, ചിലങ്ങനെ ചെയ്യുമ്പോൾ വേദന അയച്ചാല് എന്താ ഓള് ഇങ്ങനെയൊക്കെ കാണിപ്പിച്ചു. അതാണ് നമ്മള് മടി മാറ്റി നമ്മൾ എല്ലാ കാര്യം നടക്കും. നമ്മളെ ശരീരം റെഡിയാവും, തടി രാവിലെ നിൽക്കുന്ന കുറെ കാര്യങ്ങളും പിന്നെ ഒരു ഉന്മേഷം കിട്ടും. ഉച്ചയ്ക്ക് ഉറക്കം പോലെ പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഇവിടെ പോയിട്ട് പഠിച്ച അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയി. ഇപ്പൊ ഇനി കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയാൽ മതി. ഇപ്പൊ അമ്മേനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റില്ല, നാളെ ഉള്ളൂ അമ്മയും വരും. വൈകുന്നേരം പോണല്ലേ അല്ലാത്തോണ്ട് നമുക്ക് രക്ഷയില്ല ഇവിടെ. ഇന്നലെ തന്നെ ആകെ അതാണ് രാത്രി ഇപ്പൊ അമ്മ വിളിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്പൂസിൻ്റെ പോകേണ്ട തിരക്കും ഒക്കെ. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, കുറച്ചും കൂടി എന്താ സമയമൊക്കെ ഒന്ന് ക്രമീകരിക്കാണ്ട്. നമ്മൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ 6 മണിക്ക് ആ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുളിയും കാര്യങ്ങളും 7:30 അപ്പൂസിനുള്ള ഒരു അർജൻറ്റ് പണി തിരക്കായി. അതുകൊണ്ട് ഇപ്പം അപ്പൂസിന് മുട്ടയൊന്നും തിന്നാൻ പറ്റില്ല. രാവിലെ മുട്ട കൊടുക്കുന്നതാണ്. എന്ത് മുട്ടയാണ് പുഴുങ്ങി പുറത്തേക്കുന്നു. അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ പറഞ്ഞു പിന്നെ രാവിലെ എന്തൊക്കെ തിന്നാൽ തന്നെ അല്ലെങ്കിൽ തന്നെ ഛർദ്ദിക്കാൻ വരികയെന്ന് അറിയും. എന്നാലും ഞാൻ നിർബന്ധിച്ച് അങ്ങോട്ട് കൊടുക്കലാണ്. അപ്പം എന്നാൽ നമ്മൾ ചായ കുടിക്കുക അല്ലേ. പിന്നെ മുട്ടേൻ്റെ ഉണ്ണി ഇത് ഇന്ന തീറ്റ വയ്ക്കല്. ഇത് എന്താ ആദ്യമൊക്കെ എന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു ആ സാധനം കേട്ടോ തിന്നുന്നത്. ഇപ്പൊ കുറച്ചൊക്കെ വലിയതായപ്പോ അതിനോട് ഇഷ്ടം പോയി. ഈ ഒരു 2-3 മാത്രം മതി രാവിലെ. നമ്മള് വിചാരിക്കേ മുട്ട എന്നൊക്കെ എത്ര വയറെന്ന് അറിയോ എന്നുള്ള. പക്ഷെ ഒരു കരം ഉണ്ടാവില്ലേ. അതിന് ആദ്യം നമുക്ക് മുട്ടയൊന്നും സത്യം പറയാലോ, പണ്ടൊന്നും ഇപ്പൊ ഇങ്ങനെ മുട്ട കിട്ടൂലല്ലോ. ചെറുതാകുമ്പോ സ്കൂളൊക്കെ പോണ സമയത്ത് മുട്ടയ്ക്ക് പിടിയും വലിയാവൂലേ. ഒരു മുട്ടയൊക്കെ ഉണ്ടാക്കിയ ഓരോരുത്തർക്ക് ഓരോ മുട്ടയൊന്നും ഒന്നുമല്ല. അപ്പൊ നമ്മള് എന്ത് കിട്ടിയാലും തിന്നും. ഉപ്പും അവിടെ തനിക്ക് വേണ്ട. ഇപ്പൊ അത് നല്ല ഇഷ്ടല്ല. സന്തോഷത്തേക്ക് പിന്നെ തിരിക്കും. അമ്മയ്ക്ക് ഒരു അമ്മ തരും. അതെന്തറിയോ, ഞാൻ പറയുമ്പോ 10 കുരു വരുമോ അത് പേടിച്ചിട്ടാണ് കേട്ടോ. രാവിലത്തെ അപ്പൂസിന്റെ മുട്ടയും സമയം 8 മണി വേറെ പരിപാടികളുണ്ട്. ലാസ്റ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയതാ. ഉള്ളത്തൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റം കൂടി ഒന്ന് അടിച്ചേരാനുള്ളൂ. ഇത്രയുള്ള വീട് ഞാൻ പോവാൻ നിൽക്കണ. അമ്മയ്ക്ക് പോവാനായിട്ടുണ്ട്. അമ്മേനെ കൊണ്ടുപോകാനായിട്ട് തിരുവനന്തപുരത്തേക്ക് എപ്പോ ടിക്കറ്റ് ഒക്കെ എടുക്കണം. നിലമ്പൂരൊക്കെ ഒന്ന് പോണം. എന്നിട്ട് പോരെ നിലമ്പൂര് പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പൊ ബൈക്കിലാണെങ്കിൽ ഞാൻ ഓടി കേറിയിട്ടുണ്ടാവും. കാറിലാണ് പോണത്. അപ്പൊ അതിൽ കയറിയാല് ബൈക്കിൽ പോവാ. ഫ്രണ്ട് ഉണ്ട് അവിടെ കാത്തിക്കണ. അതാണ് ഫ്രണ്ട് അവിടെ വണ്ടൂര് കാത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രത്യേകിച്ച് രാവിലെ തന്നെ ഈ കാറിൽ കയറിയാല് ഛർദിക്കും. അത് ആ മണം കിട്ടിയാ തുടങ്ങും എനിക്ക് എന്തോ പോലെ. ഇവിടെ തന്നെ മനസ്സിക്ക് ഇറങ്ങാറ് വരും. പിന്നെ അതിനെ ഞാൻ ആദ്യം ഒരുങ്ങൂല. അതാണ് കേട്ടോ. അപ്പൊ അമ്മേനെ കൊണ്ടോ ഡിസംബറിൽ പോണം. ടിക്കറ്റ് കിട്ടൂലേ. കഴിഞ്ഞ പ്രാവശ്യം കുടുങ്ങി ഇങ്ങോട്ട് വരാം. ഭയങ്കര തിരക്കല്ല ഇപ്പൊ രോഗികളുടെ എണ്ണം കൂടിയിട്ട്. അപ്പൊ നാളെ കാണാൻ നല്ല അടിപൊളി വിശേഷമായിട്ട് വരാം. അതെ. അപ്പൊ എല്ലാവർക്കും ബൈ.